ദേഷ്യം പിടിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അവിടെ വെച്ചുകൊണ്ട് ഒരു ശപഥം ചെയ്തു. എനിക്ക് അള്ളാഹു 10 ആൺമക്കളെ നൽകിയാൽ അതിൽ ഒരാളെ ഞാൻ അള്ളാഹുവിനു വേണ്ടി ബലി നൽകും. അവസാനം ആ തർക്കത്തിന് ഒരു എത്തുതീർപ്പിൽ എത്തി. എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ദൂരെ സഹദ് ഗോത്രത്തിൽ ഒരു ജ്യോത്സ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തു പോയിട്ട് ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം ചോദിക്കാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ 20 പ്രമുഖ ഖുറൈശികൾ ഒരുപാട് ദൂരത്തുള്ള ആ ജ്യോത്സ്യനെ കാണാൻ വേണ്ടി യാത്ര തിരിക്കുകയാണ്. ഒരുപാട് ദൂരം താണ്ടിയ അവർക്ക് പിന്നീട് വഴി തെറ്റി. ദിവസങ്ങളോളം അവർ മരുഭൂമിയിൽ അകപ്പെടുകയാണ്. യാത്രക്ക് മാത്രമായി കരുതിയ ഭക്ഷണം മാത്രമേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ദിവസങ്ങൾ പിന്നിട്ടു. അവരുടെ കയ്യിലുള്ള ഭക്ഷണമെല്ലാം തീർന്നു. ഏകദേശം മരിക്കും എന്നായ സന്ദർഭത്തിൽ ഓരോ ആളുകളും സ്വയം ഖബർ കുഴിക്കാൻ വരെ തുടങ്ങി. അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന് വേണ്ടി ഖബർ കുഴിക്കുന്ന സമയം അദ്ദേഹം അവിടെ വെള്ളത്തിൻ്റെ ഉറവ കാണുകയാണ്. അദ്ദേഹം ഉറക്കെ തക്ബീർ വിളിച്ചു. എല്ലാ ആളുകളും അവർക്ക് വേണ്ട വെള്ളം ശേഖരിച്ചു. ശേഷം അവർ പറഞ്ഞു, തീർച്ചയായിട്ടും ഇവിടെ താങ്കൾക്ക് വെള്ളത്തിൻ്റെ ഉറവ കാണിച്ചു തന്ന അതേ നാഥനാണ് നേരത്തെ താങ്കൾക്ക് സംസം കാണിച്ചു തന്നത്. നമുക്കിനി എവിടേക്കും പോവണ്ട. നിങ്ങൾ തന്നെ അതിൻ്റെ